കേരളത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ വീണ്ടും ആരോപണവുമായി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എത്തിയിരിക്കുകയാണ്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് അബുദാബി കൊമേഴ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഇതിൽ നടന്ന കോടികളുടെ ഇടപാട് കരിമണൽ കടത്തും മാസപ്പടിയുമായി ബന്ധം ഉള്ളതാണോ എന്ന് സംശയമുണ്ട്. പണം വന്നത് ലാവ്ലിൻ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് തുടങ്ങിയ സംശയമുനയിൽ നിൽക്കുന്ന കമ്പനികളിൽ നിന്നാണ്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ പലതും ശരിയാണെന്ന് തെളിയുകയാണ് എന്നും ഷോൺ പറഞ്ഞു. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. എസ് എൻ സി ലാവലിൻ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PwC. ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ വിഷയത്തിൽ വീണ്ടും ഷോൺ രംഗത്ത് വന്നിരിക്കുന്നു. വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷോണിന്റെ ഈ ആരോപണങ്ങൾ? അഭിലാഷ്, ഇത് ഷോണിന് ലഭ്യമായ വിവരങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമായ അദ്ദേഹത്തിന് കൈമാറിയതാണ്. പക്ഷെ ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ആ രേഖകളെ കുറിച്ചോ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഇത്തരം ആധികാരികമായ തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ SFIOയ്ക്ക് അടക്കം താൻ കൈമാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. താൻ കണ്ടെത്തിയ അല്ലെങ്കിൽ തനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട്. അല്ലാത്ത പക്ഷം ഒരു മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ തനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് മാനനഷ്ടവുമായി തനിക്കെതിരെ മുന്നോട്ട് പോകാവുന്നതാണ്, നിയമ നടപടികൾക്ക് പോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും കാര്യങ്ങളും എല്ലാം തന്നെ തനിക്കുണ്ട് എന്ന് അദ്ദേഹം ആമുഖമായി തന്നെ പറയുകയും ചെയ്യുന്നു. കൃത്യമായും അദ്ദേഹം പറയുന്നത് എക്സാലോജിക് എന്ന കമ്പനിക്ക് അബുദാബിയിലുള്ള അവരുടെ അക്കൗണ്ടിലേക്ക്, അബുദാബി ബാങ്കിലുള്ള അവരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയിട്ടുണ്ട്. അത് SNC ലാവലിനും അതോടൊപ്പം തന്നെ PwC എന്നുള്ള കമ്പനികൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇത് എന്തിനാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകണം. അതോടൊപ്പം തന്നെയും ഈ അക്കൗണ്ടിൽ നിന്ന് ആ തുക പോയിരിക്കുന്നത് അമേരിക്കയിലെ ബാങ്ക് വിവിധ അക്കൗണ്ടുകളിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ ഗുരുതരമായ ആക്ഷേപമായിട്ട് തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അതിന് അദ്ദേഹം ചേർക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന വേണമെന്നൊരു ആക്ഷേപം കൂടി ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഉപഹർജിയുമായി ഷോൺ ജോർജ് ഹൈക്കോടതിയിലേക്ക് ചെന്നിരിക്കുന്നത്. ഹൈക്കോടതി വരും ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്തൊരു ഫേസിലേക്ക് കടക്കുന്നു എന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്ന പണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കണം. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇതിന്റെ ഗുണഭോക്താവ് ആയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഇതിനായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ആരോപണ വിധേയരായ കമ്പനികൾ ഏതെന്ന് കേരളത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും തന്നെ വ്യക്തമായി അറിയാവുന്നതാണ്. സംശയങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന കമ്പനികളാണ് രണ്ട് കമ്പനികളും എന്ന് പറയുന്നത്. അത് തീർച്ചയായും മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന പണമിടപാടുകളിൽ കൃത്യമായ രീതിയിലുള്ള പങ്ക് മുഖ്യമന്ത്രിക്ക് അടക്കമുള്ളവർക്ക് ഉണ്ട് എന്ന ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ എടുക്കണമെങ്കിൽ അതിൽ അവർക്ക് മുന്നോട്ട് പോകാം. തനിക്കെതിരെ മാനനഷ്ട കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് നടപടികൾ എടുക്കാമെന്നും ഷോൺ ജോർജ് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഏതായാലും അദ്ദേഹം നൽകിയിരിക്കുന്ന ഉപഹർജി വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഷോൺ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നു. എക്സാലോജിക് എന്ന കമ്പനി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അത് നേരത്തെ CMRL നൽകാത്ത സേവനത്തിനാണ് പണം ലഭിച്ചത് എന്നും അതിന് മാസപ്പടി എന്ന തരത്തിൽ വിലയിരുത്തുമ്പോൾ ഇപ്പോഴിതാ മറ്റ് ആരോപണങ്ങൾ കൂടി പുറത്തു വരികയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഈ കമ്പനി മുഖേന നടന്നിട്ടുണ്ട് എന്നും അതെല്ലാം സംശയത്തിന്റെ നിഴലിൽ ആണ് എന്നുമാണ് ഷോൺ പറഞ്ഞു വയ്ക്കുന്നത്.